എന്താ ചൂടില്ലേ? ചൂടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നല്ല പൊള്ളണ ചൂടാണ്. ഈ ഒരു ചൂടിലും നോമ്പിനൊക്കെ നമ്മുടെ ശരീരവും മനസ്സും കൂളാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടല്ലോ, നല്ല മൊഞ്ചില്ലേ? ഇത് കുടിക്കാനായിട്ടും നല്ല രുചിയാണ്. അതിലുപരി ഇത് നമ്മുടെ ആരോഗ്യത്തിനും ഒത്തിരി ഗുണങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം ക്യാരറ്റിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് അല്ലേ? പക്ഷേ നമ്മളിത് ഉപ്പേരിൻ്റെ രൂപത്തിലൊക്കെ വെച്ചാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണ്. എന്നാൽ ഈ ഒരു പുത്തൻ രുചിയിൽ ഇതുപോലൊരു അടിപൊളി ഷെയ്ക്കോ, എങ്ങനെ പറയാം, ഡ്രിങ്കോ ജ്യൂസൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്, ഒറ്റയടിക്ക് വലിച്ച് കുടിക്കും, അത്രയ്ക്ക് രുചിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചുട്ടു പൊള്ളുന്ന വെയിലൊക്കെ പുറത്തൊക്കെ പോയി വന്ന് മുഖത്തൊക്കെ കരിവാളിപ്പൊക്കെ ഉണ്ടാവും. അതും ഇതൊന്നും വാരിത്തേക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല അടിപൊളി ക്യാരറ്റ് ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് സ്പോട്ടും കാര്യങ്ങളും ആ ഒരു ചിലതൊക്കെ കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പൊക്കെ പൂർണ്ണമായിട്ടും മാറാനും സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാനും കണ്ണിനും മുടിക്കും ഒക്കെ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളാണ് ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ക്യാരറ്റ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കുക എന്ന് പറയും. കാരണം ഒത്തിരി വെന്തിട്ടല്ല, നമുക്ക് ഒരൊറ്റ വിസിൽ വരുമ്പോഴേക്കും തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് വെന്ത് പോയാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ ശരീരത്തിന് അതൊക്കെ കിട്ടണ്ടേ. അപ്പോൾ നമ്മളിത് വട്ടത്തിൽ അരിഞ്ഞ് നേരെ കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് ആവി കയറ്റിയെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. ഒരൊറ്റ വിസിലടിച്ചോട്ടെ, അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറണം, എങ്കിലേ നമ്മുടെ ഈ ഒരു ജ്യൂസ് നല്ല ടേസ്റ്റി ആവുള്ളൂ. ഇനിയിപ്പോൾ ഇത് പച്ചയോട് കൂടി അടിക്കുന്നവർക്കും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത്തിരി വേവിച്ചെടുക്കാം. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊന്നും തരും. ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരിത്തിരി ക്യാരറ്റ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഒന്ന് കുടിച്ച് നോക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഒരൊറ്റ വിസിലിൽ നമ്മളിതാ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ കൈ വെച്ച് തൊടുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു പച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടി, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർക്കണം, വെള്ളം ഒഴിവാക്കി കൊടുക്കണ്ട. ആ ഒരു വെള്ളത്തിൽ ഇതിൻ്റെയൊക്കെ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ വെള്ളത്തിലാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ നമ്മളൊരു 10ഓളം അണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർത്തെടുത്തതാണ്. അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് നിലക്കടല, നമ്മൾ വറുത്ത് കഴിക്കുന്ന കടല ഉപയോഗിക്കുക. ബദാം എടുക്കുക, പിസ്ത എടുക്കുക, ഏതെങ്കിലും ഒരു നട്ട്സ് എടുത്താൽ മതി കേട്ടോ. പിന്നെ നല്ല കട്ട പാലാണ് നമ്മൾ ചേർക്കുന്നത്. തിളപ്പിച്ച് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഐസാക്കി എടുത്തതാണ്. 1/4 കപ്പ് പഞ്ചസാര. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ പപ്പായയുടെ ഒരു ചെറിയ കഷ്ണം ചേർത്താലും മതി. പക്ഷേ പപ്പായ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് രസം വരും. പിന്നെ നമ്മളിതിലോട്ട് എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ വാനില ഐസ്ക്രീമാണ്. എൻ്റെ പൊന്നുമക്കളെ, എന്തായാലും നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്ത് നോക്കട്ടോ. ഒരു 10 രൂപേൻ്റെ 2 കൂട് വാങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, എന്താ പറയുക, നമ്മൾ ഇതുവരെ കഴിച്ച ജ്യൂസിൽ നിന്നും ഒരുപാട് വ്യത്യസ്തവും നല്ല ടേസ്റ്റാണ് ഈ ഒരു വാനില ഐസ്ക്രീം ചേർക്കുന്നതോടുകൂടി. ഓൾറെഡി അതിൽ മധുരമുണ്ട്, അപ്പോൾ മധുരം ചേർക്കുമ്പോൾ നമ്മൾ ഒക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് ആ ഒരു വാനില ഐസ്ക്രീമാണ് കേട്ടോ. 2-3 ടീസ്പൂൺ ചേർത്തോളൂ, സൂപ്പറാണ്. അതുപോലെ തന്നെ വാനിലൻ്റെ എസൻസ് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കുക. ഞാനിവിടെ ഏലക്കയാണല്ലോ ചേർത്തത്. ഒരു സ്മെല്ലിനും ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് 2 ഏലക്ക ചേർത്തിട്ടുണ്ട്. നല്ല ഇതിൻ്റെ രുചി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ഒരൊറ്റ തവണ ഇതൊന്ന് റെഡിയാക്കി നോക്കുക. ക്യാരറ്റ് കൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ വേറൊരു ചുവ വരും അല്ലേ, എന്നാൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഈ ഒരു ജ്യൂസ് നല്ല ടേസ്റ്റാണ്. ഈ ഒരു പൊള്ളുന്ന ചൂടിൽ, പെരും ചൂടാണല്ലോ, ചുട്ടിട്ട് വീടിനകത്തും ഇരിക്കാൻ വയ്യ, പുറത്തിറങ്ങാനും വയ്യ അല്ലേ. എ സി ഒക്കെ ഉള്ളവർക്ക് തിരക്കടില്ല. എ സി ഉണ്ടെങ്കിലും 24 hours ഒന്നും അതൊന്നും ഇട്ടിരിക്കാൻ പറ്റില്ല, അപ്പോൾ കറണ്ട് ബില്ല് വരും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബോഡിനൊക്കെ തണുപ്പിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവർക്കും ഒന്ന് റെഡിയാക്കാം. ഒന്ന് ചൊറുക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില ഐസ്ക്രീംസും അതുപോലെ തന്നെ കുറച്ച് ബദാമും അതുപോലെ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരൊറ്റ ഗ്ലാസ് എല്ലാവർക്കും ഒന്ന് കൊടുത്ത് നോക്കാം. അവരുടെ ആ ക്ഷീണം മാറും, അതിലുപരി രക്തം വർദ്ധിക്കും.
നമ്മൾക്ക് മെയിനായിട്ട് നമ്മളെ സൗന്ദര്യം കൂടും കേട്ടോ, നിറമൊക്കെ വർദ്ധിക്കും, മുടി നന്നായിട്ടുണ്ടാവാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം തന്നെയാണ് ക്യാരറ്റ്. അപ്പോൾ അതാ ഇനിയിപ്പോൾ നട്ട്സ് ഇല്ല ഒന്നുമില്ലാത്തവർ ഇതേപോലെ പ്ലെയിനായിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ജ്യൂസൊക്കെ ഒഴിച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബദാമോ പിസ്തയോ അണ്ടിപ്പരിപ്പോ ഇനിയിപ്പോൾ അതൊന്നുമില്ലെങ്കിൽ കുറച്ച് കസകസ ഒന്ന് കുതിർത്തിട്ട് ഒഴിച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ എങ്ങനെയായാലും ഇതൊരു തവണ റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടോ എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കിക്കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ. നല്ല ചൂടാണ്, ഈ ഒരു ചൂടിനെ തണുപ്പിക്കാൻ ഇതുപോലെയുള്ള ഹെൽത്തി ഡ്രിങ്ക്സാണ് നമ്മൾ കഴിക്കേണ്ടത്. ഒപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. നോമ്പായതുകൊണ്ട് അത് നമുക്ക് നടക്കില്ല. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് കഴിയൂല അല്ലേ, വയറ് ഫില്ലായൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഇതുപോലൊരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മളിത് കുടിക്കുകയാണെങ്കിൽ നാളെ പകൽ നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാനും ക്ഷീണം മാറാനൊക്കെ ഉത്തമം തന്നെയാണ് ഈ ഒരു ഹെൽത്തി ജ്യൂസ്. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ അണ്ടിപ്പരിപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിന് പകരം നമുക്ക് നിലക്കടല എടുക്കാം, ബദാമോ പിസ്തയൊക്കെ കുതിർത്തിട്ട് നമ്മുടെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് അത് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബും ഒപ്പം തന്നെ നമ്മൾ വാനില ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി ജ്യൂസ് ഇതുപോലെ ഒന്ന് ജഗ്ഗിലോട്ടൊഴിച്ച് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് മക്കൾക്കൊന്ന് കൊടുത്തു നോക്കുക. എൻ്റെ പൊന്നോ സൂപ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിക്കൂട്ടോ ഇത് ക്യാരറ്റ് ജ്യൂസാണെന്ന് അറിയില്ല. നമുക്ക് ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റും ഒപ്പം തന്നെ നല്ല അടിപൊളി ഒരു ഇതാണ് കേട്ടോ. കുടിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നോമ്പ് 30 കഴിയുന്നത് വരെ ഈ ഒരു ജ്യൂസ് സ്ഥിരമായിട്ട് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 6-7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മാറ്റം നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും കേട്ടോ. അത്രയ്ക്ക് ഗുണമുണ്ട്. കാരണം നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾ ക്യാരറ്റ് 2-3 വിസിലൊക്കെ കൂടുതൽ അടുപ്പിച്ച് ഒത്തിരി വേവിച്ച് അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. പച്ചയോടെ അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷേ നമ്മൾ ഈ ഒരു പച്ചയോടെ കുടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് അതങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടമാവില്ല. അതുപോലെ തന്നെ ജ്യൂസിൻ്റെ ടേസ്റ്റും കുറയും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മളിന്നിവിടെ വേവിച്ചെടുത്തത്. അപ്പോൾ ഒരൊറ്റ വിസിലടുപ്പിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് നിറം വർദ്ധിക്കും, രക്തം വർദ്ധിക്കും. നമ്മുടെ സ്കിന്നിൽ മുഖത്ത് കണ്ണിന് ചുവട്ടിലുള്ള കണ്ണിൻ്റെ ആ ഒരു കറുത്ത പാടൊക്കെ മാറി സ്കിന്നൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും കുടിച്ച് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.